പുനലൂർ പഞ്ചായത്തിലെ അംഗനവാടികൾ വിതരണം ചെയ്തിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ പുഴുക്കൾ അതുപോലെ തന്നെ മറ്റ് കീടങ്ങളുള്ളതായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ പല അംഗനവാടികളിലും എന്തൊക്കെ അത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ പോലുള്ള സാധനങ്ങൾ ഈ ഒരു പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ എന്താണ്? പഞ്ചായത്ത് അംഗൻവാടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, അതായത് സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന അംഗൻവാടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ കുട്ടികൾക്ക് ഭക്ഷണം പോഷകാഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 30 ലക്ഷം രൂപ ഒരു വർഷം നീക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ഈ അംഗൻവാടികളിലെ ഭക്ഷണം വിതരണം ചെയ്യുന്ന നീതി സ്റ്റോറായിരുന്നു. നീതി സ്റ്റോർ മുഖേന വിതരണം ചെയ്യുന്ന വളരെ കൃത്യനിഷ്ഠയോടുകൂടി നല്ല ഗുണനിലവാരമുള്ള അരിയായാലും ചെറുപയറായാലും റവയായാലും ഒക്കെ വളരെ നല്ല രീതിയിൽ കാര്യക്ഷമതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതാണ്. അടുത്തിടെ ICDS സൂപ്പർവൈസർക്ക് ഈ നീതി സ്റ്റോറിൽ നിന്നുള്ള അത് മാവേലി സ്റ്റോറിലേക്ക് മാറ്റണം എന്നും പറഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ വന്നു. അതുപ്രകാരം മാവേലി സ്റ്റോറിലേക്ക് മാറ്റിയപ്പോഴാണ് പ്രശ്നം ഉണ്ടായതെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു 3 മാസമായി ഈ ഒരു അംഗൻവാടിയിൽ നിൽക്കുന്ന സാധനം ഇറക്കലില്ല. അപ്പോൾ വിളിച്ചു പറഞ്ഞു എന്തുകൊണ്ട് ഇറക്കുന്ന CDPയോടും ICDS സൂപ്പർവൈസർ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഇന്ന് 2 ദിവസം മുമ്പ് ഇറക്കി ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഇന്നലെ അംഗൻവാടി ടീച്ചർമാരുടെ യോഗ ഉണ്ടായിരുന്നു ഇവിടെ പഞ്ചായത്ത് ഓഫീസിൽ. അവിടെ വെച്ച് അംഗൻവാടി ടീച്ചറിനോട് പരാതി പറഞ്ഞ് ഇറക്കിയ നിലവാരമില്ലാന്നും ഈ ഗോതമ്പ് റവയിൽ പുഴുണ്ടെന്നാണ് പരാതി വന്നത്. ഇന്ന് ഹെൽത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ഹെൽത്ത് ഇൻസ്പെക്ടറും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും അവിടുത്തെ വൈസ് പ്രസിഡൻറ്റും കൂടി സന്ദർശിച്ചപ്പോൾ സംഗതി ക്ലിയറായത്. പുഴു അരിക്കുന്ന ഗോതമ്പിൻ്റെ റവയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ വെളിച്ചെണ്ണ ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ അംഗനവാടി എന്ന് പറഞ്ഞാൽ ചെറിയ മക്കളാണ്, 3 വയസ്സ് മുതൽ ചെറിയ മക്കൾക്കായി കൊടുക്കുന്നത്. അത് ഇത്തരത്തിൽ മോശപ്പെട്ട സാധനം വിതരണം ചെയ്താൽ ഞങ്ങൾക്കതിന് പ്രതിഷേധമുണ്ട്. അത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എടുത്തു മാറ്റി പകരം പുതിയത് ഞങ്ങളെ കുട്ടിയെ കൊടുക്കണം, നല്ല കാര്യങ്ങൾ വേണ്ടപ്പെട്ടവർ ചെയ്യണം എന്നാണ് പറയാനുള്ളത്. ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു. അയാൾ ഉറപ്പ് തന്നിട്ടുണ്ട്. ഇന്ന് തന്നെ ഇതിൻ്റെ കോഴിക്കോടുള്ള ഏജൻസിയാണ് ഇത് ഏറ്റെടുത്തതെന്ന് എന്നോട് പറഞ്ഞത്. കോഴിക്കോട് അപ്പോൾ ഇന്ന് തന്നെ അയാളെ വിളിച്ചറിയിച്ചിട്ട് ഏതാണോ മോശപ്പെട്ടത് അത് ഇന്ന് തന്നെ തിരിച്ചെടുക്കും എന്ന് അയാൾ ഉറപ്പ് തന്നിട്ടുണ്ട്. ഇപ്പോൾ 3 മാസത്തേക്കുള്ള സാധനങ്ങളാണ് അംഗനവാടി ഇറക്കിയിരിക്കുന്നതാണ്. ഇപ്പോൾ 3 മാസങ്ങൾ ഈ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള അംഗനവാടികളിൽ അതിൻ്റെ സ്ഥലപരിമിതികളും അതുപോലെ തന്നെ 3 മാസം ഗോതമ്പ് റവയൊക്കെ 3 മാസം നിൽക്കുമോ എന്നുള്ളൊരു സംശയം തന്നെ. ഒരു കാരണവശാലും 3 മാസത്തേക്ക് ഒന്നിച്ച് ഈ അംഗനവാടിയിൽ ഇറക്കാൻ പാടില്ല. ഈ ഗോതമ്പ് റവ എന്നൊക്കെ പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് കേടായി പോകുന്ന സാധനമാണ്. 1 മാസത്തേക്ക് മാത്രമേ ഇത് ഇറക്കാൻ പാടുള്ളൂ, മാക്സിമം 2 മാസം. കാരണം സ്റ്റോർ ചെയ്യാനുള്ള സ്ഥല സൗകര്യം അംഗനവാടികളില്ല. 3 മാസത്തേക്ക് ഒരുപാട് വന്നാൽ സ്റ്റോർ ചെയ്യാൻ എലിശല്യം വരും. അതൊക്കെ അതുകൊണ്ട് ഏറ്റവും കൂടെ ഇറക്കിയ 2 മാസം, അതിലപ്പുറം ഇറക്കാൻ പാടില്ല. അങ്ങനെ ഇറക്കാനുള്ളൂ സാധാരണ. പഞ്ചായത്ത് പൈസ ഇറക്കുന്നത്. അപ്പോൾ പഞ്ചായത്തിൻ്റെ പൈസ 3 മാസം ഒന്നിച്ചടച്ചിട്ടുണ്ടാവില്ല. പഞ്ചായത്ത് ഒന്നിച്ചു കൊടുക്കുന്നതാണ്. പഞ്ചായത്ത് ഒന്നിച്ചു കൊടുക്കുകയാണ് ഈ പൈസ. ICDS സൂപ്പർവൈസറാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അവർ അക്കൗണ്ടിലേക്ക് കൊടുക്കുകയാണ്. അവർ അതിന് അലോട്ട്മെൻറ്റ് വാങ്ങി കൊടുക്കുന്നതാണ്. ഇവർക്ക് എത്ര വേണം, അംഗൻവാടി ടീച്ചർമാർക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും സാധനം കൃത്യമായിട്ട് വണ്ടിയിൽ നീതി സ്റ്റോറുകാർ ഇറക്കി കൊടുക്കലാണ്. ഇപ്പോൾ അത് ഓഫാക്കിയിട്ട് മാവേലി സ്റ്റോറിന് കൊടുത്തതാണ്. അതും തിരുവള്ളൂർ പഞ്ചായത്തും വില്യാപ്പള്ളി പഞ്ചായത്തും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മണിയൂർ ആയിരം ഇപ്പോൾ ഇറക്കുന്നത് നീതി സ്റ്റോർ തന്നെയാണ്, മാറ്റിയിട്ടില്ല. അപ്പം എന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയാണ് ഇപ്പോൾ ഈ കുഴപ്പമുള്ള സാധനം വന്നത്. ആദ്യത്തെ ഇറക്കലിൽ തന്നെ പുഴുവാണ്. അപ്പോൾ ഇത് കരാറുകാരൻ എവിടെയോ പോയിട്ട് കേടായ സാധനം കുറഞ്ഞ വിലക്ക് എടുത്തിട്ട് ഈ കുട്ടികളെ കൊടുക്കുകയാണ്. പാവപ്പെട്ടവൻ്റെ കുട്ടികളാണ് ഈ അംഗൻവാടി പഠിക്കുന്നത്. ഈ പാവപ്പെട്ടവൻ്റെ മക്കൾക്ക് എന്തും കൊടുക്കാം, പുഴുവിനെ തിന്നോട്ടെ. കരാറുകാരനും ഭരണതലത്തിലെ ചില സ്വാധീനവുമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ഇത് അപകടകരമാണ്. ഇവിടെ ഇത് വിതരണം ചെയ്യാൻ രക്ഷിതാക്കൾ അനുവദിക്കുന്നില്ല. അംഗൻവാടി ടീച്ചർമാരാകെ പ്രയാസത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും കൂട്ടി ഞാൻ എല്ലാ സ്ഥലത്തും പോയി അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പുഴു ഇങ്ങനെ നടന്ന് കളിക്കുന്ന ഫോട്ടോ ഉണ്ട്. നിറയെ പുതുക്കട്ടിയാണ്, കേടുവന്ന ബെല്ലാണ്. അതോടൊപ്പം തന്നെ നമ്മളെ ഇതിൻ്റെ വെളിച്ചെണ്ണ പഴക്കം ചെന്നതാണ്, 4 മാസത്തെ പഴക്കമുണ്ട്. ഉണ്ടാക്കിയിട്ട് അല്ല മാറ്റിക്കൊടുക്കുക, ഇത് ഉപയോഗിച്ച് പോയാൽ കുടുങ്ങിയില്ലേ. മാറ്റിക്കൊടുക്കുക എന്ന് പറയുന്നത് രണ്ടാമത്തെ കൊടുക്കുമ്പോൾ തന്നെ പ്രശ്നമായില്ലെങ്കിൽ ഇതെല്ലാം കുട്ടികൾ തിന്നൂല. പാവപ്പെട്ടവരുടെ മക്കളെ അംഗൻവാടി പോകുന്നുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത അതാണ്.
വലിയവൻ്റെ മക്കളെല്ലാം സാമാന്യ സാമ്പത്തിക ശേഷിയുള്ളവൻ്റെ മക്കളെല്ലാം അൺഐഡൻറ്റിലാണ്. ഓനെ രാവിലെ വണ്ടി വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ഈ മക്കളെ, പാവപ്പെട്ടവൻ്റെ മക്കളെ ഈ അംഗൻവാടിയിൽ വരുന്നത്. ആ മക്കളെ പുഴുവിനെ കൊണ്ട് തന്നെ തീറ്റിക്കണം, പുഴു തന്നെ തിന്നണം മക്കൾ എന്ന് പറയുന്ന ഏടുത്തെ കാട്ടുനീതിയാണ് ഇത്. അംഗീകരിക്കാൻ കഴിയും. അതുകൊണ്ട് മാറ്റിക്കൊടുക്കുമെന്ന് പറയുന്നത് ശരിയല്ല. ഇതിന് ഈ കേടായ സാധനം തന്നതിന് ഉത്തരവാദികളെ നേരിട്ട് ശിക്ഷിക്കാൻ സംവിധാനം ഉണ്ടാകും. ആരാണോ ഈ സാധനം ഇറക്കുക സംവിധാനം ചെയ്തത്, ഇതിൽ എന്തൊക്കെ അടിയൊഴുക്കുകളാണ് വന്നത്, ഈ അടിയൊഴുക്കുകളുമായി ബന്ധപ്പെട്ടിട്ട് ആരൊക്കെയാണ് ഇതിലെ കക്ഷികൾ, അവരെ മാതൃകാപരമായി ശിക്ഷിച്ചുകൊണ്ട് നടപടി ഉണ്ടാവണം. ഈ സാധനങ്ങൾ മുഴുവൻ തിരിച്ചെടുക്കണം. പകരം നല്ല സാധനം മാസത്തേക്ക് മാത്രം കൃത്യമായ ദിവസങ്ങളിലേക്ക് ടീച്ചർമാർ പറയുന്നതിനനുസരിച്ച് ഇൻറ്റൻറ്റിനനുസരിച്ച് ഇറക്കുന്ന ഏർപ്പാടുണ്ടാകണം. അത് ഗുണനിലവാരമുള്ള സാധനമായിരിക്കണം. ഈ 3 മാസത്തെ പ്രശ്നം വരുന്നത് ഈ റവ അതുപോലുള്ള സ്റ്റെറോയിഡ് അതുപോലുള്ള സാധനങ്ങൾ 3 മാസം സൂക്ഷിക്കാനുള്ള സൗകര്യക്കുറവുണ്ട്. അതുപോലെ തന്നെ അത് നിൽക്കുകയില്ല. ഇല്ല, അതുകൂടി അതാണ് സാധനങ്ങൾ പറ്റൂല. ബെല്ലോ അല്ല എത്ര സമക്കാന്ന് സൂക്ഷിക്കാൻ സ്ഥലമില്ലാതെ ഇത്രയും സാധനം കൊണ്ടാച്ചു കഴിഞ്ഞാൽ എലി വരും. ഇത്രയും ഭദ്രമായ കെട്ടിടമല്ല അംഗൻവാടിയിൽ. അപ്പം എന്താ പറഞ്ഞാൽ എലി വന്നു കഴിഞ്ഞാൽ എലിയും ഇതുമായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടെ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ എന്താ അപരിഷ്കൃതം എന്തെന്നാ ഇതിന് പറയേണ്ടത് എന്തോ ഒരു കാട്ടുനീതി അടിച്ചേൽപ്പിക്കുന്ന അത് ഈ പാവപ്പെട്ടവരുടെ മക്കളുടെ പിഞ്ചുമക്കളുടെ ഭാഗത്താകരുത് എന്ന വിനയപൂർവ്വ അഭ്യർത്ഥനയുള്ള. അതുകൊണ്ട് കൊണ്ടുപോകുന്ന സാധനം മുഴുവൻ ഉടനെ തിരിച്ചെടുക്കുക, ബദൽ നല്ല സാധനം തരാൻ സംവിധാനം ഉണ്ടാക്കുക. അല്ലെങ്കിൽ ICDS സൂപ്പർവൈസർക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നേരിട്ട് നല്ല സാധനം എടുക്കുക, സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക. മേലെ നിന്നുള്ള ഇടപെടൽ ഒഴിവാക്കുക. എന്നിട്ട് നല്ല സാധനം കുട്ടികൾക്ക് ലഭ്യമാക്കുവാനായ ഏർപ്പാടുണ്ടാക്കുക. ഇതാ എനിക്ക് പറയാനുള്ളത്. ICDSൻ്റെ ഓഫീസറല്ല ഇപ്പോൾ തിരുവള്ളൂർ അംഗനവാടിയിൽ ഇറക്കിയിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളിലെ പുഴു, അതുപോലെ തന്നെ ഒരുപാട് കാലപ്പഴക്കം ചെന്ന ഭക്ഷണ സാധനങ്ങൾ, ഇതാണ് അംഗനവാടിയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണ സാധനമായിട്ട് ഇറക്കിയിരിക്കുന്നത്. ഇതിന് ICDSൻ്റെ ഓഫീസർ എന്ന നിലപാടിൽ എന്താണ് സംസാരിക്കുന്നത്? ഞങ്ങൾ മാവേലി സ്റ്റോറിലാണ് സപ്ലൈ ഓർഡർ കൊടുത്തത്. മാവേലി സ്റ്റോറിൽ സപ്ലൈ ഓർഡർ കൊടുത്തിട്ട് സാധനങ്ങൾ ഇറക്കിയത്. ഇന്ന് ബന്ധപ്പെട്ട സൂപ്പർവൈസർ ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ്, ജോബ് ട്രെയിനിങ്ങിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാവേലി പോയിട്ട് സാധനങ്ങൾ 2 ദിവസം കൊണ്ട് ഇറക്കാമെന്ന് അവർ പറഞ്ഞു. 2 ദിവസം കൊണ്ട് ഇറക്കി. ഇന്ന് രാവിലെ ചാക്ക് കഴിച്ച് നോക്കുമ്പോഴാണ് സംഭവം അറിയുന്നത്. ഉടനെ തന്നെ മാവേലിയിൽ AMCനെ വിളിച്ചു. AMCനെ വിളിച്ച് സാധനങ്ങൾ മുഴുവൻ അവർ പുതിയ സാധനം സപ്ലൈ ചെയ്യാൻ ഏറ്റിട്ടുണ്ട്. ഈ സാധനങ്ങൾ ഉപയോഗിക്കേണ്ടെന്നും അംഗൻവാടിയിൽ അറിയിച്ചിട്ടുണ്ട്. പുതിയ സാധനങ്ങൾ 2 ദിവസത്തിനകം അംഗൻവാടി തന്നെ എത്തിക്കാനും ഇന്ന് വേണ്ട സ്ഥലത്ത് ഇന്ന് എത്തിച്ചു കൊടുക്കാനും സമ്മതിച്ചിട്ടുണ്ട്. അല്ല, നേരത്തെ പറഞ്ഞ ഒരു മറ്റേ വൈസ് പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യമില്ല, എന്താ വെച്ചാൽ ഇത് ഇറക്കിയ ഭക്ഷ്യസാധനങ്ങൾ ഇപ്പോൾ ജനങ്ങളൊന്നും എത്ര ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത് കുട്ടിയെ കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് അംഗൻവാടിയിൽ നമ്മൾ ഏത് സാധനം ഇറക്കി കഴിഞ്ഞാലും ആ പിറ്റേ ദിവസം തന്നെ അതിൻ്റെ പരിശോധിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് നമ്മൾ സപ്ലൈ ചെയ്യേണ്ടതെന്ന് വിതരണം നടത്തേണ്ടതെന്ന് പറയാറുണ്ട്. അത് അങ്ങനെയുള്ള സമയത്ത് ഇതിന് മുമ്പ് ഇതുപോലെ സംഭവം ഉണ്ടായിട്ട് ഉടനെ മാറ്റി കൊടുത്തതാണ്. അങ്ങനെയുള്ള സാധനം ഉപയോഗിക്കരുതെന്ന് അവർക്ക് പ്രത്യേകം നിർദ്ദേശമുണ്ട്. എന്തെങ്കിലും പുഴയോ വല്ലതും കണ്ടാൽ ഉടനെ ഓഫീസിൽ അറിയിച്ചിട്ട് സാധനങ്ങൾ അതാത് സമയത്ത് തന്നെ മാറ്റി കൊടുക്കലും കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള സാധനങ്ങൾ ഇതിപ്പോൾ ഗോതമ്പിൻ്റെ അകത്ത് മാത്രമാണ് പ്രശ്നം കണ്ടത്. മറ്റു സാധനങ്ങളൊക്കെ ഗുണനിലവാരമുണ്ട്. അംഗൻവാടി പോയിട്ട് ഞാൻ പരിശോധിച്ചതാണ്. ഗോതമ്പ് ഒരു കംപ്ലീറ്റ് മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചില സെൻറ്ററുകളിലേ ഉള്ളൂ, ചില സെൻറ്ററിൽ നല്ല ഗോതമ്പാണ് ഇറക്കിയത്. അത് വെളിച്ചെണ്ണേൻ്റെത് കേര ആണ് വെളിച്ചെണ്ണ ഇറക്കിയത്. കേര വെളിച്ചെണ്ണേൻ്റെയാണ് സപ്ലൈ ചെയ്തത്. കേരയിൽ ഈ എക്സ്പയർ 2 മാസം കൂടുതൽ നിൽക്കേണ്ടതുകൊണ്ട് അതും അവർ മാറ്റി കൊടുക്കാൻ ഏറ്റിട്ടുണ്ട്. അല്ലെ 3 മാസത്തേക്ക് സാധനങ്ങൾ ഇറക്കാതിരിക്കാൻ എന്തെങ്കിലും സാധ്യത? സാധാരണ 2 മാസത്തേക്കുള്ള സാധനമാണ് ഇറക്കാറ്. ഇത്തവണയും 2 മാസത്തേക്കുള്ള സപ്ലൈ ഓർഡറാണ് നമ്മൾ കൊടുത്തത്. ഇപ്പം ഞാനൊരു സെൻറ്ററിൽ പോയിട്ട് പരിശോധിച്ചപ്പോൾ ഒരു സെൻറ്ററിൽ 20 കിലോ ചെറുപയർ ഒരു മാസം വേണം. ആ സെൻറ്ററിൽ 40 കിലോ ചെറുപയർ ഇറക്കിയത്. ഈ മാസത്തേക്കും അടുത്ത മാസത്തേക്കുള്ള ചെറുപയറേ അവിടെ ഉണ്ടാവുള്ളൂ. 3 മാസത്തേക്ക് അത് തികയില്ല. പിന്നെ എല്ലാ സ്ഥലത്തും ഇറക്കിയത് 2 മാസത്തേക്കുള്ള ക്വാണ്ടിറ്റിയാണ്. ഓരോ ഇഷ്യൂ നോക്കിയിട്ട് ഓരോ മാസം എത്ര കറക്റ്റ് ഇഷ്യൂ വേണോ അതിനനുസരിച്ച് 2 മാസത്തേക്കുള്ള സപ്ലൈ ഓർഡറാണ് കൊടുത്തത്. ഞാൻ ഈ ഇറക്കിയ സാധനം മുഴുവൻ കേടാം, ഉടനെ എടുത്ത് ഒഴിവാക്കണം. അതല്ല ഞാളൊക്കെ ബ്ലോക്ക് ഓഫീസിൽ കൊണ്ട് ടീച്ചർ സാധനം നാളെ രാവിലേക്ക് ഒരു കാര്യം ഇറക്കിയ സാധനം മുഴുവനായിട്ട് അവിടെ തിരിച്ചെടുക്കാൻ വേണ്ടി പറയാം. സാധനം മുഴുവൻ എടുക്കുക, എന്നിട്ട് ബദൽ സാധനം നാളെ രാവിലേക്ക് കുട്ടിയൊക്കെ ഭക്ഷണം കൊടുക്കണമല്ലോ. ഇനി മക്കൾ കുറച്ച് സാധനം പട്ടിണി. നിങ്ങളെ ഈ കളി കൊണ്ട്
കുട്ടികളാണല്ലോ വല്ലാണ്ട് വിഷമിക്കുന്നത്. അപ്പം എന്താന്ന് പറഞ്ഞാൽ ബദൽ സാധനം കിട്ടുക സംവിധാനം നിങ്ങളാണ് ഞാളത്തെ തരുന്ന പഞ്ചായത്ത് വിഹിതം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന നിങ്ങളാണ്. ഹലോ, ഞാൾ വലവാടിക്ക് നീക്കി വെക്കുന്ന പണം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന നിങ്ങളാണ്. ആയിക്കോട്ടെ ഞാളല്ലോ, സാധനം വാങ്ങേണ്ട അതോറിറ്റി ഞാളല്ലോ. അപ്പോൾ ഏറ്റവും നല്ല ഇനം സാധനം വളരെ എളുപ്പത്തിൽ ഞങ്ങൾക്ക് കുട്ടികൾക്ക് കിട്ടുന്ന സംവിധാനത്തിനാണല്ലോ പഞ്ചായത്ത് ഫണ്ട് നീക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏർപ്പാടിങ്ങൾ ഇന്ന് ചെയ്തു തരണം. നിങ്ങൾക്ക് നാളെ രാവിലേക്ക് നല്ല ഇനം സാധനം തരുവാനാവില്ലെങ്കിൽ നാളെ രാവിലേക്ക് സാധനം വേറെ ഇറക്കുക നിങ്ങൾ ഏർപ്പാട് ചെയ്യണം. നിങ്ങളായി കേസ് കൊടുക്കേണ്ട, അതാ പ്രശ്നം. ഞാളെ പൈസ ഒന്നിച്ചെങ്കിൽ നിങ്ങളെ അക്കൗണ്ടിലാണല്ലോ വരുന്നത്. തുരുത്തി മെലുണ്ട്. അല്ല നമ്മളിത് ഒരു സ്ഥലത്തും മേലും ചെയ്യണം. തുരുത്തിമെന്നല്ല, ഇതിവിടെ ഇറക്കിയ ഭക്ഷണ സാധനത്തിനാണ് ഇന്നലെ ഇവിടെ ഇറക്കിയ ചെറുപയർ, അതേപോലെ ഗോതമ്പ്, പാവപ്പെട്ട പിഞ്ച് കുട്ടികൾക്ക് കൊടുക്കുന്ന ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ വളരെ കാലപ്പഴക്കം ചെന്നതായിട്ടും അതേപോലെ തന്നെ പുഴുവിൻ്റെ അംശവും ഒപ്പം വെളിച്ചെണ്ണ വളരെ ഡെഡ് സ്റ്റോക്കായി കിടന്ന ഒരു വെളിച്ചെണ്ണ പോലെ കാണുകയും പാക്കറ്റിൽ അതിൻ്റെ ഡേറ്റ് വ്യക്തമാകാത്ത സ്ഥിതിയിലും ഇത് വളരെ പെട്ടെന്ന് തന്നെ പിഞ്ചു കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ നിന്നും അധികൃതർ ഇത് മാറ്റി ഈ പിഞ്ചു കുട്ടികളുടെ ഭക്ഷണം നല്ല രീതിയിലുള്ള ഭക്ഷണ രീതി എത്തിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടവർ ഇതിന് ബോധവാന്മാരാകണമെന്ന് മാത്രമാണ് ഈ പരിസരവാസികളായ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ടീച്ചർ സമാധാനം പറയണം. എൻ്റെ ഒരു മോളും അംഗനവാടി ടീച്ചറാണ്. എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പാകദോഷം വന്നാൽ ഇവള് പറയണം ഈ പിഞ്ചു കുട്ടികളുടെ കാര്യത്തിൽ. അതുകൊണ്ട് ഇതിന് ഇറക്കുന്ന ഈ പഞ്ചായത്തിൽപ്പെട്ട അവർ അതിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പഴയ സാധനങ്ങൾ ഇറക്കിയിട്ട് ചെറിയ പിഞ്ചു മക്കൾക്ക് ഇത് കൊടുക്കൊരു വലിയ വേദനകരമായ സങ്കടമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്.